എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വരുവാണ് വിവാഹ തടസ്സം അല്ലേ. വിവാഹ തടസ്സം നേരിടുന്ന ഒത്തിരി ഭക്തജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇതുവരെ വിവാഹമായില്ലെങ്കിൽ 30-35 വയസ്സൊക്കെ ആയിട്ട് വിവാഹമായില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അപ്പോൾ വിവാഹ തടസ്സം നിലവിൽ അനുഭവിക്കുന്നവർക്ക് മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അത് ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ചൊവ്വാഴ്ച ദിവസം ഈ ഒരു 11 ഒരു 6 ചൊവ്വാഴ്ച സുബ്രഹ്മണ്യനെ സങ്കല്പിച്ച് ഇതൊരു ചെയ്യുവാണെങ്കിൽ നിലവിലുള്ള വിവാഹ തടസ്സം മാറി നല്ലൊരു വിവാഹ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം അമ്മമാർ വൈകുന്നേരം വിളക്ക് വെക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള അതായത് നെയ്യ് ഉപയോഗിച്ച് കത്തിക്കാൻ നോക്കണം. കഴിവതും 5 തിരി ഇടണം. 5 തിരി ഇട്ടതിന് ശേഷം സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് ഓരോ തിരിയും കത്തിക്കണം. തിരിയും കത്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ മാറ്റി വെക്കുക. കുറച്ച് ചെമ്പരത്തിപ്പൂ, ചുമന്ന കളറിൽ എന്തെങ്കിലും പൂ, ചുമന്ന കളറിലെ പൂ കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പൂക്കൾ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് വിളക്ക് വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു 54 കായുടെ ഒരു മാല മേടിക്കുക. 54 2 തവണ കറക്കുമ്പോൾ 108 നമുക്ക് കിട്ടും. അങ്ങനെ 108 തവണ നമ്മൾ എന്ത് ചെയ്യണം? സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. ഒന്നും കൂടെ പറയാണ്, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ മാല വെക്കുക. എന്നിട്ട് 108 തവണ നമ്മൾ പ്രാർത്ഥിച്ച് അന്നേരം ഈ വിളക്കും അതേപോലെ തന്നെ നെയ്യ് ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം കത്തി നിൽക്കുവാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ചുമന്ന കളറിലെ പൂ എടുക്കുക. പൂ എടുത്തിട്ട് മകൻ്റെ വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മോടെ വിവാഹപരമായ കാര്യങ്ങൾ തടസ്സപ്പെട്ട് കൊടുക്കുകയാണ്, ആ ഒരു തടസ്സം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ 2 കൈ കൊണ്ടും ഉള്ള പൂ നമ്മൾ വിളക്കിൽ സങ്കല്പിച്ച് എന്നിട്ട് സുബ്രഹ്മണ്യൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും കീർത്തനങ്ങളും കാര്യങ്ങളും നമ്മളൊന്ന് അവിടെ ഇരുന്ന് സങ്കല്പിച്ച് ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന് മുമ്പിൽ ഒന്ന് നമസ്കരിക്കുക. നമസ്കരിച്ച ശേഷം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും കൂടെ ഭഗവാനോട് പറയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിളക്ക് കരിന്തിരി കത്തിക്കരുത്, ഈ നെയ്യ് ഉപേക്ഷിക്കുന്ന വിളക്ക്. എന്നിട്ട് നമ്മൾ വിളക്ക് കടത്തി നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഷഷ്ടി എടുക്കുന്നത് വളരെ അധികം ഉത്തമമാണ്. മക്കളുടെ ജോലി കാര്യങ്ങൾക്കും അതേപോലെ തന്നെ വിവാഹപരമായ തടസ്സങ്ങളും മാറാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. അപ്പം നിലവിൽ വിവാഹ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങളുടെ അമ്മമാർ ചൊവ്വാഴ്ച ദിവസം 5 നെയ്ത്തിരിയിട്ട വിളക്ക് കത്തിച്ച് ഓം ശരവണഭവ, ഓം ശരവണഭവ എന്ന് 108 തവണ ചൊല്ലിയതിനു ശേഷം ചുമന്ന കളറിലെ പുഷ്പമെടുത്ത് മക്കളുടെ കല്യാണ ആവശ്യങ്ങളും വിവാഹ കാര്യങ്ങളും പറഞ്ഞിട്ട് ഭഗവാനിലേക്ക് അത്രയും പൂ സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാനിലേക്ക് സങ്കല്പിച്ച് നമ്മുടെ പ്രാർത്ഥന കൊടുക്കുക, ഭഗവാന്റെ കീർത്തനങ്ങളും കാര്യങ്ങളും ചെല്ലുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ നമസ്കരിച്ച് വിളക്ക് കെടുത്തുക. ഇതൊരു 6 ചൊവ്വാഴ്ച അമ്മമാർ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത് തീരുന്ന 6 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും വിവാഹം വരും. അതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തി. ഭഗവാനെ എത്രത്തോളം അടിയുറച്ച് വിശ്വസിക്കുന്നു, എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ മംഗല തടസ്സങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയൊക്കെ ഒത്തിരി വഴിപാട് അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. എനിക്ക് എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി മകൻ്റെ കല്യാണ കാര്യങ്ങൾ നടത്തി തരും. അപ്പോൾ ചിലവർക്കൊരു തോന്നുന്നുണ്ട്, ഈ 6 ആഴ്ച കഴിഞ്ഞ് തിരുമേനി പറഞ്ഞവരൊന്നും ചെയ്തൊന്നുമില്ല, വന്നൊന്നുമില്ല, അത്രയും സമയം അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ സുബ്രഹ്മണ്യനെയാണ് വിളിച്ച് ചെയ്തത്. അപ്പോൾ ഭഗവാൻ നമുക്ക് തരും. ഭഗവാൻ ഒരു പരീക്ഷണമാണെങ്കിൽ ചിലപ്പോൾ 6 ആഴ്ച കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞായിരിക്കും ഭഗവാൻ ഇത് തരുന്നത്. ചിലവർക്ക് വിളിച്ച ഉടനെ ഭഗവാൻ ഇത് കൊടുക്കും. അത് നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ഏതൊരു കാര്യം ഇപ്പം ഞാനത് ഈ ഒരു കാര്യം ഭക്തജനങ്ങൾക്ക് അറിവ് പകർന്നു തന്നു. അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസമാക്കി എടുക്കണം, അത്രത്തോളം വിശ്വാസം ഭഗവാനായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചേ.
അപ്പോൾ ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്യുക. നെയ്ത്തിരി തന്നെ വേണം, നെയ്യ് ഉപയോഗിക്കണം. നെയ്യ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കിട്ടത്തുള്ളൂ. 5 തിരിയിട്ട് കത്തിക്കണം. എന്നിട്ട് നമ്മൾ ചുമന്ന കളറിലെ പൂവിട്ട് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അതായത് വിളക്കിലിടണം. വിളക്ക് ഭഗവാനാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇത് സമർപ്പിച്ച് 108 ശരവണഭവ ചൊല്ലിക്കഴിഞ്ഞ് ഭഗവാന്റെ കീർത്തനങ്ങളും നമുക്ക് അവിടെ നിന്ന് ചെയ്യാം. കീർത്തനം കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം ആവശ്യപ്പെട്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ആ വിളക്ക് കിടത്തി നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു 6 ചൊവ്വാഴ്ച ചെയ്യുവാണെങ്കിൽ 6ാമത്തെ ചൊവ്വാഴ്ച തീർച്ചയായിട്ടും വിവാഹകാര്യങ്ങൾ വരും. ബാക്കിയൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭാഗ്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാനൊരു അറിവ് പകർന്നു തന്ന് അത് ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടും നിലവിലുള്ള വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. കൂടുതൽ വിവാഹപരമായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും വയസ്സായിട്ടും ഇത്രയും കാര്യങ്ങളായിട്ട് വിവാഹം വന്നെങ്കിൽ അതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ ജ്യോതിഷപരമായി നോക്കി പറഞ്ഞു തരുന്നതും പരിഹാരങ്ങൾ ചെയ്തും തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ